പ്രതിഷേധം റോഡിലിറങ്ങിയാൽ തെരുവ് പട്ടികളുടെ ശല്യം, ട്രെയിനിൽ കയറിയാൽ തീവെപ്പ്, സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ പഠിക്കാൻ വന്ന ഇലക്ട്രിസിറ്റിയിൽ നിന്ന് മരണം. ഇവിടുത്തെ പൊതുജനങ്ങളും വിദ്യാർത്ഥികളും എങ്ങനെ ജീവിക്കുമെന്നാണ് ഞങ്ങൾ സർക്കാരോട് ചോദിക്കുന്നത്. ഇത് കുറെ നാൾ മുമ്പ് പരിഹരിക്കാൻ കഴിയുന്നതായിരുന്നു. കാരണം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ലൈൻ കമ്പി ഇങ്ങനെ പോകുന്നത്. സാധാരണപ്പെട്ട ഒരു വീട്ടിലേക്ക് നമ്മൾ ഒരു ലൈൻ കമ്പി വലിക്കുന്നതിന് 30 മീറ്ററോ അല്ലെ 10 മീറ്ററിനുള്ളിലാണ് 2 പോസ്റ്റുകളാണ് ഇടേണ്ടത്. ഒരു SC കാറ്റഗറിപ്പെട്ട നമ്മുടെ വാർഡിൽ ഉൾപ്പെടെയുള്ള ടീമുകൾക്ക് ഇവർക്ക് കൊടുക്കേണ്ടത് 10 മീറ്ററിനുള്ളിൽ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് 13,000 രൂപയാണ് KSEBിക്ക് അടക്കേണ്ടത്. ഇത് 800 മീറ്ററിൽ പരം നീളത്തിൽ ഒരു പോസ്റ്റും ഇല്ലാതെ ലൈൻ കമ്പി താഴ്ന്നു കിടക്കുകയാണ്. ഇലക്ട്രിസിറ്റിയിലെ ഈ പയ്യൻ കയറിയില്ലെങ്കിൽ പോലും ആ ലൈൻ കമ്പി എന്തെങ്കിലും മഴയിലോ കാറ്റിലോ താഴേക്ക് വന്നാൽ ആ ഷീറ്റിലേക്ക് പതിച്ചാൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ സൈക്കിളും മറ്റു കാര്യങ്ങളും വെക്കുന്ന ഒരു ഷെഡിലേക്കാണ്. ആ ഷെഡിലേക്ക് വേണ്ടപ്പെട്ട അധികാരികൾ ആരും ഈ സ്ഥലം ഇതുവരെ സന്ദർശിച്ചിട്ടില്ല. കേസുവിന്റെ നേതൃത്വത്തിലും യൂത്ത് കോൺഗ്രസിന്റെ സ്കൂൾ തുറപ്പിന് മുമ്പ് ഫിറ്റ്നസ് കൊടുക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. ഫിറ്റ്നസ് കൊടുക്കാനായിട്ട് 3-4 തവണ ഫിറ്റ്നസിന്റെ ഒരു പ്രൊസീജിയർ കഴിഞ്ഞാലാണ് ഫിറ്റ്നസ് കൊടുക്കുന്നത്. ആ സമയത്ത് പോലും ഈ ഒരു അനാസ്ഥ അവർ കണ്ടില്ല. കാണാതിരിക്കുക എന്തുകൊണ്ട് കാരണമെന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. ഈ കുറ്റക്കാർക്കെതിരെ കൃത്യമായ നടപടി എടുക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഇതിനകത്ത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നാളെ KSUവിന്റെ ജില്ലാ കമ്മിറ്റിയുടെ വിദ്യാഭ്യാസ ബന്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നാളെ ഈ സ്ഥാപനത്തിലേക്ക് KSU കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും സംഘടിപ്പിക്കുന്നുണ്ട്. ഇത് വിദ്യാഭ്യാസ ബന്ദ് കൊല്ലം ജില്ലാ വ്യാപകമായി KSU നാളെ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മരണപ്പെട്ട കുട്ടിക്ക് തക്കതായ പ്രതിഫലങ്ങളായി സർക്കാർ ഭാഗത്തുനിന്നുണ്ടാകണം.